ഹലോ, പർപ്പിൾ പ്ലാറ്റേഴ്സ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മഴയും തണുപ്പൊക്കെ ഉള്ളപ്പോൾ ഒരു ഗ്ലാസ് സുലൈമാനും കുറച്ച് ബജിയും കഴിക്കാൻ തോന്നുന്നില്ലേ? എനിക്ക് എന്തായാലും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബജി ഉണ്ടാക്കാൻ പോവാം. നിങ്ങൾ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോരെ, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് കുറച്ച് പാലക് ചീരയാണ്, സ്പിനാച്ച് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്കൊരു ബജി ഉണ്ടാക്കിയാലോ? ഈ ഇലയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം, അത് ശ്രദ്ധിച്ച് ചെയ്താണ്ടല്ലോ ഈ നമ്മളെ ബജി ഒട്ടും എണ്ണ കുടിക്കില്ല. അതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പും ആവും, അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും, പോരാതെ നല്ല ടേസ്റ്റും. പിന്നെ ബജീനെ ഹിന്ദിയിൽ പക്കോര അല്ലെങ്കിൽ പക്കോട എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്കിന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പാലക് പക്കോട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഈ ബജി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പാലക് ചീരയാണ്. ഒരു 1/2 കിലോ ഉണ്ടാവില്ല കേട്ടോ, ഒരു 400 ഗ്രാം വരെ ഉണ്ടാവും. ഇതിനൊരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് വലുതാക്കി ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. പാലക്കിന് ചെറുതായി അരിയരുത് കേട്ടോ, അല്ലെങ്കിൽ അതങ്ങോട്ട് കുഴഞ്ഞു പോകും. പക്ഷെ വലുതാക്കി തന്നെ അരിയാം. പിന്നെ നമുക്ക് വേണ്ടതിന് കടലമാവ്, ഒരു 300 ഗ്രാം കടലമാവ്. ഇനി ഈ കടലമാവിനെ നമുക്ക് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലൈറ്റായിട്ട്. അപ്പോൾ നമ്മൾ ബജി ക്രിസ്പാവാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ കേട്ടോളൂ കേട്ടോ. നമ്മൾ പാലക്കുണ്ടല്ലോ, പാലക്കിൽ കുറേ വെള്ളമുണ്ട്. അപ്പോൾ ഈ പാലക്കിനെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറേ ബബിൾസ് വരും, അതിൻ്റെ അടുത്ത് അത് വെള്ളം റിലീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ കടലമാവ് എന്താ ചെയ്യുക, അത് ഈ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്ക് ഡ്രൈ ആയിട്ട് ക്രിസ്പി ആവും. അപ്പോൾ നമ്മൾ ഈ കടലമാവിനെ നന്നായി റോസ്റ്റ് ചെയ്യുമ്പോണ്ടല്ലോ, നമ്മളെ പാലക്കിലെ വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് പാലക്കിനെ നല്ല ക്രിസ്പി ആക്കും. ഒരു 3-4 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. ഇതെല്ലാം ഒന്ന് കൂടിയിട്ട് ഇങ്ങനെ പതുക്കെ കണ്ടില്ലേ, ഇങ്ങനെ മണി പോലെ ഇങ്ങനെ എല്ലാം യോജിച്ച് വരാൻ തുടങ്ങും. എന്നിട്ട് കളറൊന്ന് ലൈറ്റായിട്ട് ചേഞ്ച് ആവും. അപ്പോൾ അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കടലമാവ് കൊണ്ട് ഏത് ബജി ഉണ്ടാക്കായാലും നമ്മൾ കടലമാവിനെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താണ്ടല്ലോ, നമ്മളെ ബജി നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി ഇതൊന്ന് തണുക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് നമ്മളെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ പാലക്കിലേക്ക് നമുക്ക് ഒരു സവാള റഫായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ചിട്ടാൽ മതി, എന്താ വെച്ചാൽ മുളക് പൊടി കൂടുതലിട്ടാൽ നമ്മുടെ ബജിയുടെ കളർ അങ്ങോട്ട് മാറും, പെട്ടെന്ന് അങ്ങോട്ട് ഡാർക്കാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. ഇത് കയ്യിൽ തന്നെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കായപ്പൊടിയും അയമോദകമൊക്കെ നമ്മളെ വയറിന് നല്ല സാധനമാണ്, ഡൈജഷന് നന്നായി ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 2-3 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബജി കുറച്ചുകൂടി ക്രിസ്പി ആവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മളുടെ കടലമാവ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ആദ്യം തന്നെ ഇടരുത് കേട്ടോ കടലമാവ്. ആദ്യം ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ കൈകൊണ്ട് ഒന്ന് കുഴച്ച് നോക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കണില്ല കേട്ടോ, എന്ന് വെച്ചാൽ നമ്മൾ പാലൊക്കെ കഴുകിയിട്ട് അതിനെ ഉണക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, പോരാതെ നമ്മളെ സവാളയും വെള്ളം റിലീസ് ചെയ്യും. ഇനി ആവശ്യം വന്നാൽ മാത്രം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കണ്ടങ്ങനെ നന്നായി അമർത്തി കുഴയ്ക്കണം കേട്ടോ അതിനെ. ഇപ്പോൾ ഇത് കയ്യിൽ ഒട്ടിപ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കുറച്ചും കൂടി നമ്മളുടെ കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതേ കണ്ടില്ലേ, നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, എന്നിട്ടും ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കിതിലേക്ക് നമ്മളുടെ ബാക്കിയുള്ള കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് വേണം നമ്മളിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് ഫ്രൈ ചെയ്ത് കഴിയില്ലേ, അപ്പോഴേക്കും നമ്മളെ ഈ ബാറ്ററിയിൽ നിന്ന് വെള്ളം റിലീസാവും. നമ്മളെ സവാളയൊക്കെ ഉണ്ടുള്ളതിൽ, അപ്പോൾ അത് വെള്ളം റിലീസ് ചെയ്യും. അപ്പോൾ അത് പിന്നെ ഇതൊന്ന് കുഴഞ്ഞു വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നിങ്ങൾ ബാറ്റർ വല്ലാണ്ട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ ബജിയുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുക്കാൻ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഇനി എണ്ണ എങ്ങനെയാണ് പാകത്തിന് ചൂടായി നോക്കാമെന്നറിയോ? നമ്മൾ ഈ മരത്തിൻ്റെ കയ്യിലുണ്ടല്ലോ വുഡൻ സ്പൂൺ, അത് നമ്മൾ ഈ എണ്ണയിൽ ഡിപ്പ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഇതിലേക്ക് നോക്കിയേ, ബബിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ വരാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായി ചൂടായി കിട്ടും. അപ്പോൾ എണ്ണ നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ആക്കി വെച്ച് നമ്മൾ ബാറ്ററിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ, പാവം തിളച്ച എണ്ണയിൽ വീണതല്ലേ, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പോൾ ഒന്ന് കുറച്ച് കഴിയട്ടെ. പിന്നെ ഈ പാലക് ബജി പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ, ഇലയല്ലേ, അപ്പോൾ വേഗം തന്നെ ഇത് കളറ് മാറാൻ തുടങ്ങും. അപ്പോൾ ഈ ബബിൾസൊക്കെ ഒന്ന് ചെറുതായി സെറ്റിലാവുമ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ച് മറിച്ചിട്ട് ലൈറ്റ് ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ കളർ ആവണവരൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, എളുപ്പമല്ല ഇത് ഉണ്ടാക്കാൻ, ഇത്രയുള്ള പണി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് നോക്കിയേ, ഒരു ലൈറ്റ് ബ്രൗൺ ആയില്ലേ. ഇനി നമുക്കിതിനെ കോരിയെടുക്കാം. ഇതിന് ക്രിസ്പിനെസ് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ, കേട്ടില്ലേ? പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ ടിപ്സും ഫോളോ ചെയ്യാം കേട്ടോ, എന്നാൽ ഇത് എണ്ണ പിടിക്കാണ്ട് കിട്ടുമല്ലോ. ഇതിൻ്റെ മുൾഭാഗം നല്ല ക്രിസ്പും ആയിരിക്കും, ഉള്ളിൽ നിന്ന് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ. ഇതിനുള്ളിലത്തെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നന്നായി വെന്തിട്ടും ഉണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, എന്നാൽ മുൾഭാഗം നല്ല ക്രിസ്പുമാണ്. അപ്പോൾ എൻ്റെ സുലൈമാനി ഇവിടെ റെഡി ആയിട്ടോ. നിങ്ങളെന്താ പരിപാടി? പെട്ടെന്ന് പോയി ഉണ്ടാക്കൂ. ഈ പച്ചക്കറികളും ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത പിള്ളേർക്ക് ഇത് നല്ല ഓപ്ഷനാണ് കേട്ടോ. ബജി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടവും. പക്ഷെ അതിലെന്താ ചേർത്തിക്കണേന്ന് മാത്രം പറയരുത് അവരോട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.